ദൈവം കാണിച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്നും ആദ്യമായിട്ട് ഏത് മതവിഭാഗക്കാർക്കും വേണ്ടിയുള്ള പ്രാർത്ഥന കൊണ്ടുവന്നതാണ്. സാധാരണ ഒരു പ്രാർത്ഥന ദൈവദേശം എന്ന പ്രാർത്ഥനയ്ക്ക് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഇത് പറയാൻ പറ്റും. ദൈവമേ എന്ന് വിളിക്കുന്നത് സർവ്വമതസ്ഥത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അദ്ദേഹത്തിനുള്ള ഒരു ജാതിയുടെ മതത്തിൻ്റെ ഭർത്താവായിരുന്നു. ഈ സമൂഹത്തിൽ വരുന്നിരുന്ന ഉച്ചനീചത്വങ്ങളെ അവസാനിപ്പിക്കുന്ന തരത്തിൽ തൻ്റെ ജീവിതവും തൻ്റെ സന്ദേശവും തൻ്റെ യുക്തികളും വിനിയോഗിച്ചാണ് ചെയ്യുന്നത്. ശേഷം വന്ന ആശാന്റെ ശിഷ്യന്മാരായിരുന്നു കുമാരനാശാൻ, പിന്നീടുള്ള ആളുകൾ. ആശാന്റെ ഏറ്റവും പ്രഗത്ഭനായ ശിഷ്യൻ, ആശാന്റെ സന്ദേശങ്ങളെ ഏറ്റവും കൂടുതൽ ഉള്ളിലേക്ക് ആവാഹിച്ച് എഴുത്തുകളിലൂടെ, കവിതകളിലൂടെ, കവിതയിലൂടെ അയാളുടെ മനസ്സിലെ ചോദ്യങ്ങളും മാറ്റങ്ങളും സൃഷ്ടിക്കുന്നതിൽ ഏറ്റവും നിർണായകമായി സംഭവിച്ചാൽ 50 വയസ്സുകാരൻ ഒരു വലിയ വ്യവസായിയായിരുന്നു, എഴുത്തുകാരനായിരുന്നു, മറ്റ് സാമൂഹിക പരിഷ്കർത്താവൊക്കെയായിരുന്നു ആശാൻ. പക്ഷേ ആശാനെ എഴുത്തുകാരനായിട്ടായിരുന്നു. ആശാനെ ബിസിനസ്സുകാരനായി. കാമക്കൂർ ടൈൽസ് ഫാക്ടറി എന്ന ഒരു വലിയ കമ്പനി ആശാൻ ബോട്ട് സർവീസിലെ ഒരു വലിയ പ്രാഥമിക സ്ഥാനം ആശാന്റെ. അപ്പം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ തലമുറകൾക്ക് മുമ്പേയുള്ള അശരണരുടെയും മക്കളുടെയും ജീവിതം നരകതുല്യമായ ഒരു കാലത്ത് അതിനെതിരെയുള്ള പ്രതിരോധം തീർക്കുവാനും അതിനെതിരെയുള്ള പ്രതിരോധാത്മകമായ നിലപാട് എഴുത്തുകളിലൂടെയും കലാ സംസ്കാരത്തിലെയും പ്രതിരോധത്തിലെയും കാര്യങ്ങളുടെ നാടകമാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന ഒറ്റ നാടകമാണ് കേരളത്തിലുടനീളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വിത്തുവായി ഭാസ്കരൻ മാഷും വയലാറും എല്ലാവരും തന്നെ ഈ നാടിൻ്റെ ചരിത്രത്തിലെ പുരോഗതിക്ക് വേണ്ടി വഹിച്ച പങ്ക് ചെറുതല്ല. ഇവരെല്ലാവരും അക്ഷരങ്ങളെ കൊണ്ടാണ്, എഴുത്തുകളെ കൊണ്ടാണ്, അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങളെ കൊണ്ടാണ്. ഭാസ്കരൻ മാഷും ദേവരാജനും ONV-യും വയലാറും കൂട്ടുകെട്ടായി നാടൻ തോട്ടങ്ങളിൽ നാടൻ